വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20, 27 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനത്തെക്കുറിച്ച് വിവാദം. പുനരുത്ഥാനം നിഷേധിക്കുന്ന സദുക്കായരിൽ ചിലർ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. മോശ പോലും മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. നിയമജ്ഞർ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ അവർ മുതിർന്നില്ല. മരണാനന്തര ജീവിതം യേശുവിന്റെ കാഴ്ചപ്പാട്. വ്യത്യസ്തത പുലർത്തുന്ന വസ്തുതകളെ ഉൾക്കൊള്ളുക എന്നതിനേക്കാൾ എതിർക്കുക എന്നുള്ളതാണ് മനുഷ്യ സഹജമായിട്ടുള്ള വാസന എന്ന് വേണം വിചാരിക്കാൻ. എല്ലാ തരത്തിലും തന്നെ വ്യത്യസ്തത പുലർത്തിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് സമൂഹത്തിന് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടത്. ചിന്തയിലും പ്രവർത്തനത്തിലും മറ്റെല്ലാ വ്യാപാരങ്ങളിലും യേശുവിൻ്റെതായിട്ടുള്ള തനിമയും തന്മയത്വവും ജനങ്ങൾ കാണാനിടവന്നു. ഈ വ്യത്യസ്തത പുലർത്തുന്നു എന്നൊരൊറ്റ കാരണത്താൽ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ യേശുവിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനിടവന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ സമൂഹത്തിലെ എതിർപ്പ് പ്രകടിപ്പിക്കാനിടവന്ന ഒരു പ്രബലമായ സമൂഹമാണ് സദുക്കായർ എന്ന് പറയുന്ന വിഭാഗക്കാര്. അവരെ സംബന്ധിച്ച് മനുഷ്യന്റെ ജീവിതം മരണത്തോടെ അവസാനിച്ചു. മരണത്തിനപ്പുറം ഒരു ജീവിതം മനുഷ്യനില്ല എന്നതാണ് അവരുടെ നിലപാട്. മനുഷ്യനെ പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി അവർക്ക് ചിന്തിക്കാനേ സാധിക്കാത്ത ഒരു മനസ്ഥിതിയാണ് അവർക്കുള്ളത്. പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ചിന്തയ്ക്ക് ഘടകവിരുദ്ധമാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് മനുഷ്യന്റെ പുനരുത്ഥാനത്തെ പറ്റിയുള്ള യേശുവിന്റെ കാഴ്ചപ്പാട് തീർത്തും ബാലിശവും അർത്ഥശൂന്യവുമാണ് എന്ന നിലപാട്, അതാണ് സത്യം എന്ന് സാധാരണ ജനങ്ങളെ ധരിപ്പിക്കാൻ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ കരുതിക്കൂട്ടി മെനഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെയും 7 ഭർത്താക്കന്മാരുടെയും കൂടിയുള്ള ഒരു കഥയായിട്ടാണ് അവർ ഈ പ്രാവശ്യം യേശുവിനെ സമീപിക്കുന്നത്. അതിന്റെ അവതരണമാണ് ഇന്നത്തെ സുവിശേഷം. ഇവർ ആസൂത്രിതമായി കൊണ്ടുവന്ന കഥയിലെ കെണി യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും മോസസ് അംഗീകരിക്കുന്ന പ്രതിഭാസങ്ങളല്ല. യഥാർത്ഥത്തിലെ പുനരുത്ഥാനം എന്ന് പറയുന്ന ആ പ്രക്രിയ ഉണ്ട് എന്നുള്ളതാണ് സത്യമെന്ന് വരികിൽ, പുനരുത്ഥാനത്തിലെ 7 പുരുഷന്മാരും ഈ സ്ത്രീയുടെ ഭർത്താക്കന്മാരായിട്ടുണ്ടാവും. അതുകൊണ്ട് അതിലും ഒരു വൈരുദ്ധ്യം ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അതിന്റെ കെണിയിരിക്കുന്നത്.
ആ കെണിയിൽ യേശു പെടും എന്നുള്ളതിന്റെ ഉറച്ച ബോധ്യത്തിലാണ് സദ്ദുക്കായർ ഈ കഥ മെനഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. പ്രത്യേകം മെനഞ്ഞെടുത്ത് തയ്യാറാക്കിയ കഥയിൽ കൂടെ അവതരിപ്പിക്കപ്പെട്ട റിഡിലിനെ യേശു 2 വിധത്തിലാണ് പ്രതിരോധിക്കുന്നതായിട്ട് നാം കാണുക. ഒന്നാമത്തെ രീതിയിൽ യേശു മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ പ്രകൃതിയും അവരുടെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കുന്നു. അവരെ സശ്രദ്ധം ശപിച്ചതിന് ശേഷം യേശു തീർത്തും യുക്തിഭദ്രമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യൻ 2 തലത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്ന്, മരണത്തിന് മുമ്പ് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള സ്ഥിതിവിശേഷം. മറ്റൊന്ന്, മരണത്തിന് ശേഷം നിത്യമായിട്ട് ജീവിക്കാനുള്ള മറ്റൊരു തലം. ആ നിത്യമായിട്ട് ജീവിക്കാനുള്ള തലത്തിലേക്കുള്ള ഒരുക്കമാണ് മരണത്തിന് മുമ്പ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതസ്ഥിതി എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. ഈ ഒരുക്കത്തിൻ്റെതായിട്ടുള്ള കാലഘട്ടത്തിലെ മനുഷ്യന് നിർവഹിക്കേണ്ടതായിട്ടുള്ള പല റോളുകളുമുണ്ട്. ഓരോ റോളിനും അതിൻ്റെതായിട്ടുള്ള നിയമവ്യവസ്ഥതകളും നടപടിക്രമങ്ങളും ഒക്കെ മനുഷ്യൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിലുള്ള ഒരു റോളാണ് വിവാഹവും വിവാഹ ജീവിതവും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളും. ഈ റോളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ യാതൊരു പ്രസക്തിയും അർത്ഥവുമില്ല. കാരണം അത് മരണത്തിന് മുമ്പ് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ വ്യത്യാസപ്പെട്ട റോളുകൾ. മരണത്തിന് ശേഷമുള്ള ആ ജീവിതം, നിത്യമായിട്ടുള്ള ജീവിതത്തിലെ അവിടെ ഏക റോളേ ഉള്ളൂ. ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും മക്കളും എന്ന ഒരൊറ്റ റോളേ ഉള്ളൂ. അവിടെ വ്യത്യാസപ്പെട്ട റോളുകളില്ല. അതിനാൽ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിവാഹവുമില്ല, വിവാഹാനന്തര ജീവിതവുമില്ല. ആ തരത്തിലുള്ള ബന്ധങ്ങളും ആ നിയമങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള യാതൊരു ക്രമങ്ങളും പതിവുകളും ഒന്നും പ്രസക്തവും അർത്ഥപൂർണവുമല്ല എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന രീതിയിലാണ് യേശു അവരോടായിട്ട് ചോദിക്കുന്നത്. മനുഷ്യൻ മരണത്തിൽ മാത്രം അവസാനിക്കേണ്ട ഒരു ജീവിതമല്ല, നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതവും കൂടെ മനുഷ്യരിലുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടമാണ് മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് യേശുവിന്റെ ചിന്താരീതിയുടെ ഒരു വശം. രണ്ടാമത്തേതായി അവർ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചന അധിഷ്ഠിതമായി അവരെ പ്രതിരോധിക്കുന്നു. അവർ തന്നെ വിശ്വസിക്കുന്ന ജനനേതാവാണ് മോസസ്. മോസസിന്റേതായിട്ടുള്ള ചില ഉദ്ധരണികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് യേശു അവരുടെ മുമ്പിൽ നിരത്തിവെക്കുകയാണ്. മോസസിന് മുമ്പ് മരിച്ച് മണ്ണടിഞ്ഞ പൂർവപിതാക്കന്മാരാണ് അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും. ഇങ്ങനെ വളരെ മുമ്പ് മരണമടഞ്ഞ ഈ പൂർവപിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് മോസസ് ഇങ്ങനെ പറയുന്നു എന്നാണ് യേശു അവരുടെ മുമ്പിൽ പറയുന്നത്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന മോസസിന്റെ അഭിസംബോധന തന്നെ നമുക്ക് നൽകുന്ന സൂചന മരിച്ചവരുടെ അല്ല ദൈവം, ജീവിക്കുന്നവരുടെയാണ് ദൈവം. അങ്ങനെ വരുമ്പോൾ പണ്ടേ മരിച്ചിട്ടുള്ള അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ധ്വനിയാണ് അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് മോസസ് അഭിസംബോധന ചെയ്യാൻ ഇടവന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന ചോദ്യത്തോടു കൂടിയാണ് ഇവരുടെ ചോദ്യത്തെ വീണ്ടും യേശു യുക്തിഭദ്രമായ രീതിയിൽ നേരിടുന്നത്. ഇങ്ങനെ 2 ചിന്താരീതികൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് യേശു ഈ സദ്ദുക്കായരെ യുക്തിഭദ്രമായിട്ട് നേരിടുന്നതായിട്ട് നാം കാണുക. യേശുവിന്റെ ഉത്തരങ്ങൾ ശ്രവിച്ചതിനു ശേഷം സത്യത്തിൽ പറഞ്ഞാൽ അവർക്കാണ് ഉത്തരം മുട്ടിയത്. അങ്ങനെ ഉത്തരം മുട്ടിക്കൊണ്ട് അവർ യേശുവിനെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത് നമുക്ക് മരണത്തിന് മുമ്പുള്ളൊരു ജീവിതവും മരണത്തിന് ശേഷമുള്ള നിത്യജീവനുമുണ്ടെന്നും ആ നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള കാലഘട്ടമാണ് നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നു എന്നും നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിന് യോജിക്കുന്ന രീതിയിലായിരിക്കണം ഇന്ന് നമുക്കായിട്ട് ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്നുള്ള ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ ഇടവരികയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യം നാം ഗ്രഹിച്ചു എന്ന് നമുക്ക് പറയാം.